ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിൽക്കുന്നവർ പാറമേൽ അടിസ്ഥാനമിട്ട് അതിൽ ഭവനം പണിയുന്ന മനുഷ്യനെ പോലെയാണ്. വെള്ളം പൊങ്ങിയെന്നിരിക്കും, തിരമാലകൾ ആഞ്ഞടിച്ചെന്നിരിക്കും, കൊടുങ്കാറ്റ് വീശിയെന്നിരിക്കും. പക്ഷേ അതിനെ തകർക്കാൻ കഴിയില്ല, അതിനെ വീഴ്ത്താൻ കഴിയില്ല, ഇല്ലാതാക്കാൻ കഴിയില്ല, മറിച്ചിടാൻ കഴിയില്ല. ദൈവവചനത്തിൽ നിൽക്കുന്ന നിങ്ങളെ ആ പാറമേൽ നിൽക്കുന്ന ഒരാളെ പോലെയാണ്. തകർക്കാൻ ഒരു പ്രശ്നത്തിനും പ്രതിസന്ധിക്കും കഴിയാത്ത വിധം ദൈവവചനമാകുന്ന ആ പാറമേലാണ് ഇന്നും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആയിരിക്കുന്നത്. ദൈവവചനമാകുന്ന പാറമേലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ഒന്നിനും മറിച്ചിടാനോ വീഴ്ത്താനോ ഒരു ദുഷ്ടശക്തിക്കും പുറമേയുള്ള സ്വാധീനങ്ങൾക്കും അന്ധകാര സ്വാധീനങ്ങൾക്കും കഴിയാത്ത വിധമാണ് നിങ്ങളെ ദൈവം അതിൽ ഉറപ്പിച്ചിരിക്കുന്നത്. വിശ്വാസത്തോടെ ആയിരിക്കാം ഈ വചനം ഇന്ന് ശ്രദ്ധിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധയെ, മനസ്സിനെ എല്ലാം ഈ വചനക്കേൾവിയിലേക്ക് അല്പസമയം തിരിക്കാം. 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്ന ഒരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളില്ലായിരുന്നു, തലമുറയില്ലായിരുന്നു. 3-ാമത്തെ വാക്യം. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് അവളോട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, എന്നാൽ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. 2-3 വാക്യങ്ങൾ അവരോട് ദൈവം സംസാരിക്കുന്നതാണ്. നിനക്ക് മക്കളില്ല, നിനക്കൊരു കുഞ്ഞു ജനിക്കും. അടുത്ത ഭാഗം 4-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പം അവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. അനുഗ്രഹമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി ആ കുടുംബത്തെ ദൈവം ഒരുക്കുന്നത് കണ്ടോ? ഒരനുഗ്രഹത്തെ കൊടുക്കാൻ ദൈവം അവരെ ഒരുക്കുവാണ്. കുഞ്ഞു ജനിക്കാൻ പോവാണ്, നിനക്കൊരു കുഞ്ഞു ജനിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുന്നു, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. ഒരു തലമുറ, അനുഗ്രഹമുള്ളൊരു തലമുറയ്ക്കായി